മാന്യപ്രേക്ഷകർക്ക് ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നും ചെയ്യുന്നത് പോലെ ഇത്തവണയും ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുവാനാണ് ഈ എപ്പിസോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന, അതിന് രൂപം കൊടുത്തത് ശ്രീ പി ഇ ഹമീദാണ്. അദ്ദേഹം അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഒപ്പം ലോകനാടക ദിനാഘോഷ സമിതി എന്ന കൊച്ചിയിലെ വേറൊരു സംഘടന, അതിൻ്റെ ജനറൽ കൺവീനറാണ്. അതിൻ്റെയും സംഘാടകരിൽ ഒരാളായിരുന്നു ശ്രീ പി ഇ ഹമീദ്. ഇക്ബാൽ അക്കാദമി, ഇതിൻ്റെ സെക്രട്ടറിയും ശ്രീ പി ഇ ഹമീദാണ്. അദ്ദേഹത്തിൻ്റെ സംഘാടനത്തിൻ്റെ ഒത്തിരി രൂപങ്ങളുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ശ്രീ പി ഇ ഹമീദ് അഥവാ ഇസ്ക്ര ഹമീദ്. ശ്രീ ഹമീദ്, സായാഹ്നക്കൂട്ടം എന്ന ഈ സംഘടന, മുതിർന്ന കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഈ സംഘടന രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? സായാഹ്നക്കൂട്ടം രൂപീകരിക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, 4 പതിറ്റാണ്ടിനപ്പുറം ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും അതിനുശേഷം വല്ലപ്പോഴും കണ്ടുമുട്ടുകയൊക്കെ ചെയ്ത എൻ്റെ ആത്മമിത്രത്തിൻ്റെ മുൻപിൽ, അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുൻപിൽ ഇരിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. സാബു എൻ്റെ ആത്മമിത്രമാണ്. നമ്മൾ ഇരുവരും കൊച്ചിൻ കോളേജിൽ ഒന്നിച്ചു പഠിച്ചിരുന്നവരാണ്. സാബുവിൻ്റെ പിതാവുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ചുള്ളിക്കൽ വിശ്വംഭരൻ എന്ന നാടക നടൻ, അദ്ദേഹം നൽകിയ സംഭാവനയെക്കുറിച്ചൊക്കെ വലിയ മതിപ്പോടുകൂടി കണ്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ആ നിലക്ക് അതിനുശേഷവും സാബുവുമായി ലോകനാടക ദിനത്തിലും ആചരണ കമ്മിറ്റിയിലും സായാഹ്നക്കൂട്ടത്തിലും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഞാൻ ഇരുവരോടും രേഖപ്പെടുത്തിക്കൊണ്ട് സായാഹ്നക്കൂട്ടം രൂപീകരിക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് പറയാം. ഞാൻ കൊച്ചി തുറമുഖ ജോലിയിൽ നിന്ന് വിരമിച്ച ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്, കൊച്ചി നിരവധി പ്രതിഭകളായ കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു ദേശമാണ്. അവരിൽ പലരും ജീവിത സായാഹ്ന കാലത്ത് സ്വയം ഉൾവലിയുകയോ അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത എൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു നോവായി കൊണ്ടുനടന്നത്. കൊച്ചി തുറമുഖത്ത് നിന്ന് വിരമിച്ച ഘട്ടത്തിൽ കൂടുതൽ സമയം എനിക്ക് ലഭിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവിത സായാഹ്നത്തിലെത്തിയ കലാകാരന്മാരെ ഉൾച്ചേർത്ത് ഒരു സംഘടന രൂപീകരിക്കണമെന്നുള്ള ഒരാശയം മനസ്സിൽ കൊണ്ടുനടക്കുകയും അത് എം കെ അർജുനൻ മാസ്റ്റർ, കൊച്ചിൻ വർഗീസ്, നെൽസൺ ഫെർണാണ്ടസ്, പി എം അബു അങ്ങനെയുള്ള കലാകാരന്മാരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് സായാഹ്നക്കൂട്ടം. സായാഹ്നക്കൂട്ടത്തിൻ്റെ ആദ്യത്തെ യോഗത്തിൽ എം കെ അർജുനൻ മാസ്റ്റർ, നെൽസൺ ഫെർണാണ്ടസ്, പി എം അബു, കൊച്ചിൻ വർഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സായാഹ്നക്കൂട്ടം രൂപം കൊള്ളുന്നത്. സായാഹ്നക്കൂട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജീവിത സായാഹ്നത്തിലെത്തിയ കലാകാരന്മാരുടെ മാനസികോല്ലാസവും ക്ഷേമവുമാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്കൊരു ഓർക്കസ്ട്രയിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളത് ഒരു അപൂർവമായ അനുഭവമാണ്. സായാഹ്നക്കൂട്ടം ആ ചുമതല നിർവഹിച്ചു വരികയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് അനുസ്യൂതമായി ഓർക്കസ്ട്രയോടുകൂടി
60 വയസ്സും അതിന് മേലുള്ള ഏതാണ്ട് 82 വയസ്സ് 85 വയസ്സുള്ള കലാകാരന്മാർ വരെ സായാഹ്ന കൂട്ടത്തിൻ്റെ വേദിയിൽ ഇപ്പോൾ പാടുന്നുണ്ട്. ഞങ്ങൾ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. സായാഹ്ന കൂട്ടത്തിൻ്റെ രൂപീകരണം ഒരു മഹത്തായ പ്രവൃത്തിയാണെന്നാണ് ഈ കാലം തെളിയിച്ചത്. ഓരോ മാസവും പാടുന്നതിന് വേണ്ടി ആർത്തിയോടെ ഇതിലെ അംഗങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രായം ചെന്നവർ പാടാനുള്ള ഒരു വ്യഗ്രത, ഒരു ആസക്തി, പാട്ടിനോടുള്ളൊരു ആസക്തിയാണ് 60 വയസ്സ് കഴിഞ്ഞവരിലും കാണാൻ കഴിയുന്നത്. അതിൽ സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അമിത് ഭായ്, എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഇതാണ്, അതായത് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹമീദ് ഭായിനെ അറിയാം. അപ്പോൾ സംഘാടനം എന്ന വാക്കിനൊരു പര്യായം പറയുകയാണെങ്കിൽ ഞാനത് ശ്രീ പി ഹമീദ് അല്ലെങ്കിൽ ഇസ്ക്ര ഹമീദ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ കാണുന്ന കാലം തൊട്ടും മുഴുവൻ ഹമീദ് ഭായ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടത്തി വിജയിപ്പിച്ച് വളരെ ഒതുങ്ങി മാറി നിൽക്കുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ സംഘാടനത്തിന്, അതായത് ഓരോ വ്യക്തികളെയും ചിലപ്പോൾ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനീയരായിരിക്കും, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് പീപ്പിളായിരിക്കും, അങ്ങനെയുള്ള പലരെയും പോയി കോണ്ടാക്ട് ചെയ്ത് ഒരു പ്രോഗ്രാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും സാധിച്ചെടുത്ത് അതെങ്ങനെ സ്വയം തോന്നി എന്നെ കൊണ്ട് ഇത് സാധിക്കും? എന്തായിരുന്നു അതിൻ്റെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനം? ഞാൻ ജനിച്ചു വളർന്നത് കോമ്പാറമുക്കിൽ കരിപ്പാലം ദേശത്താണ്. കരിപ്പാലം, കോമ്പാറമുക്ക്, മരുമട്ടാഞ്ചേരി പ്രദേശം എന്ന് പറയുന്നത് കലാകാരന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. 1953 രൂപം കൊണ്ട PSKS പുരോഗമന സാംസ്കാരിക കലാസമിതി, 1952 KPSC രൂപം കൊള്ളത്. KPSC രൂപം അതിൻ്റെ പ്രചോദനത്തിലാണ് PSKS രൂപം കൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരോധിച്ച കാലത്ത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആളെ കൂട്ടുന്നതിന് കലാസംഘടനകളെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് തിരിച്ചറിവാണ് അക്കാലത്ത് നൂറുകണക്കിന് കലാസംഘടനകൾ കേരളത്തിലുണ്ടായത്. അതിൻ്റെ ഭാഗമായി 1953 PSKS എന്ന് പറയുന്ന പുരോഗമന സാംസ്കാരിക കലാസമിതി രൂപം കൊണ്ടു. ഏതാണ്ട് എനിക്കൊരു 10-12 വയസ്സുള്ള ഘട്ടത്തിൽ ഞാൻ ഈ PSKSൻ്റെ വാതുക്കൽ പോയി അവരുടെ റിഹേഴ്സലും അവരുടെ പാട്ടും അവരുടെ നാടകവും കാണാൻ എനിക്ക് അവസരമുണ്ടായി. അന്ന് മുതലാണ് ഞാൻ അർജുനൻ മാഷ് ആദ്യമായി കാണുന്നത് PSKSൽ വെച്ചാണ്. അർജുനൻ മാഷ് ജനിച്ചു വളർന്നത് ചിരട്ടപ്പാലത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യകാല അരങ്ങ് എന്ന് പറയുന്നത് കരിപ്പാലം, കോമ്പാറമുക്ക് പ്രദേശത്തായിരുന്നു. അദ്ദേഹം ആദ്യമായി ഹാർമോണിയം വാദകനായിട്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തെ കാണുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അക്കാലം തൊട്ട് സ്കൂൾ വിട്ടു വന്നാൽ ആ PSKSൻ്റെ വാതിക്കൽ പോയി ഇരുന്ന് ഇതൊക്കെ വീക്ഷിക്കുമായിരുന്നു. അങ്ങനെയാണ് എന്നിലൊരു കലാബോധം ഉടലെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിത് ഭായ്, കൊച്ചിയിലെ ജനങ്ങൾക്ക് നാടകം, ഗാനമേള, കഥാപ്രസംഗം, പിന്നെ ക്ലാസിക് സിനിമകൾ, പ്രഭാഷകർ, കവികൾ, കവി അരങ്ങുകൾ, പാട്ടുകച്ചേരികൾ
ഇതിലൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നത്. ആ താല്പര്യം മനസ്സിലാക്കി അവർക്കത് വളരെ ചുരുങ്ങിയ ചെലവിൽ കാണുവാനുള്ളൊരു അവസരം കൊടുത്തത് തീർച്ചയായും ഇസ്ക്രയാണെന്ന് നിസ്സംശയം പറയാം. ഇസ്ക്ര രൂപീകരിച്ചത് അമിത് ഭായിയുടെ വ്യക്തിത്വമുള്ള വേറെ ചിലരും കൂടി. അതുണ്ടാക്കുവാനുള്ള ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള അടിസ്ഥാനം എന്തായിരുന്നു? ഈ അടിയന്തരാവസ്ഥയിൽ കൊച്ചിയിലെ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ താലൂക്ക് സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും നല്ല സ്റ്റഡി സർക്കിൾ പ്രവർത്തിച്ച ഒരു സ്റ്റഡി സർക്കിൾ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ കൊച്ചിയിലേതായിരുന്നു. ഒരുപാടാണ്, കടമ്മനിട്ട രാമകൃഷ്ണൻ, പിന്നെ എം കെ സാനുമാഷ്, കെ സച്ചിദാനന്ദൻ, എം എൻ കുറുപ്പ്, NVP ഉണിത്തിരി, അതുപോലുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത് വളരെ പിന്നെ ഒരു സംഘടനയായിരുന്നു കൊച്ചിയിൽ അന്നത്തെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ. ആ ഒരു പ്രചോദനം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി. ആ അവസരത്തിലാണ് ഞാൻ പിന്നെ 1976 ഫെസ്കോ എന്ന് പറയുന്ന ഒരു കലാസംഘടന പ്രതിമാസ നാടക പരിപാടികൾ മാത്രം അവതരിപ്പിക്കുന്നതിന് രൂപം കൊണ്ട ഫെസ്കോ എന്ന് പറയുന്ന കലാസംഘടന. അതിൽ അഗസ്റ്റസിനെ പോലുള്ള കൊച്ചിയിലെ പ്രശസ്തനായ പിന്നെ വ്യവസായിയും കോൺഗ്രസ് നേതാവുമൊക്കെ ആയ അഗസ്റ്റസിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തകനായി അവരെന്നെ കൂടി ചേർത്തു. അതിൽ ഞാനുണ്ടായിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് M മുരളി മാസ്റ്റർ, ഇവരൊക്കെ കൂടി ചേർന്നാണ് ആ കാലത്ത് ഫെസ്കോ രൂപീകരിച്ചത്. പക്ഷെ ഫെസ്കോ 2 വർഷമേ നീണ്ടു എന്നുള്ളൂ. അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. കാരണം അത് ലംസമായി എമൗണ്ട് മേടിച്ച് പ്രതിമാസ പരിപാടി നടത്തിയിരുന്ന സംഘടനയാണ്. ലംസമായി മേടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു തുക ആദ്യം കൊടുക്കണം, 3 മാസം കഴിയുമ്പോൾ അതിൻ്റെ മറ്റൊരു വിഹിതം കൊടുക്കണം. അപ്പോൾ അക്കാലത്ത് വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് അത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്രചോദന ഫിലിം സൊസൈറ്റി കൊച്ചിയിൽ രൂപം കൊള്ളുന്നത്. 970 കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫിലിം സൊസൈറ്റികളുടെ ഒരു പൂക്കാലം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ മുക്കിലും മൂലയിലും ഫിലിം സൊസൈറ്റികൾ രൂപം കൊള്ളുന്നൊരു കാലം. ആ കാലത്ത് കൊച്ചിയിലും വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പ്രചോദന ഫിലിം സൊസൈറ്റി രൂപം കൊണ്ടു. അതും ഇതുപോലെ ബുദ്ധിജീവികളായ ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ള, ബുദ്ധിജീവികൾക്ക് മാത്രം കാണാവുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുന്ന, സാധാരണക്കാർക്ക് അപ്രാപ്യമായ ഒരു ഫിലിം സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ അതിൽ അക്കാലത്ത് ഈ രംഗത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തും വിദ്യാർത്ഥി രംഗത്തും ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ രംഗത്തും പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലെ MA അബൂബക്കർ, MA ഫക്രുദ്ദീൻ, മുരളി മാസ്റ്റർ, ഇത്തരം ചെറുപ്പക്കാരൊക്കെ കൂടി രൂപം കൊണ്ട് സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നാടകവും സിനിമയും ആസ്വദിക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണം എന്ന ഒരു ഉദ്ദേശം, ഒരു നിശ്ചയം ഞങ്ങളിലുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ് ഇസ്ക്ര. ഇസ്ക്ര എന്ന പേര് നമ്മൾ പിന്നെ തിരഞ്ഞെടുക്കാൻ കാരണം അത് സ്പാർക്ക്, അന്നത്തെ ആവേശത്തിൽ തീപ്പൊരി എന്നർത്ഥം വരുന്ന ഒരു പിന്നെ പത്രം ലെനിൻ്റെ വിപ്ലവകാലത്ത് പിന്നെ അവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു റഷ്യയിൽ. അപ്പോൾ ആ നാമകരണം കടമെടുത്തുകൊണ്ടാണ് ഇസ്ക്ര എന്ന്. പക്ഷെ അതിന് നമ്മൾ ഇവിടെ കൊച്ചിയിൽ അതിന് നമുക്കൊരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യോ കൾച്ചറലി റെലവൻ്റ് ആർട്ട് എന്നൊരു പിന്നെ നാമമുണ്ടാക്കി ചേർക്കുകയായിരുന്നു. ഈ ഒരു ഇസ്ക്ര വാസ്തവത്തിൽ കൊച്ചിയിലെ ജനങ്ങളെ നാടകം കാണിച്ചത്, നല്ല നാടകം കാണിച്ചത് ഇസ്ക്രയാണെന്ന് പറയാം. 25 വർഷം തുടർച്ചയായി എല്ലാ മാസവും നാടകവും നല്ല സിനിമകളും
ഗാനമേളകളും മാജിക് ഷോ, കഥാപ്രസംഗം, ഇതൊക്കെ കാണിച്ചത് കൊച്ചിയിലെ ഇസ്ക്രയായിരുന്നു. ഇസ്ക്ര വാസ്തവത്തിൽ കൊച്ചിയുടെ കലാസാംസ്കാരിക രംഗത്ത് മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഏറ്റവും ഔന്നിത്യമുള്ള ഒരു സംഘടനയാണ്. അമിത് ഭായ്, അന്നത്തെ കാലത്ത് ഇസ്ക്ര മൂലം ഒത്തിരി നാടകങ്ങൾ, ഒത്തിരി ക്ലാസിക് സിനിമകൾ, കഥാപ്രസംഗം, അതും സാംബശിവനെ പോലുള്ള വലിയ കലാകാരന്മാരുടെ കഥാപ്രസംഗം, കൊച്ചി പ്രഭാകരൻ, പിന്നെ കിടാമംഗലം സദാനന്ദൻ, ഇത് കൂടാതെ ഈവൻ മുതുകാടിൻ്റെ വരെ മാജിക് ഷോ, പിന്നെ ഒത്തിരി നാടകങ്ങൾ വെറും ചെറിയ നാടക ട്രൂപ്പുകൾ മാത്രമല്ല, വളരെ വലിയ നാടക സംഘങ്ങൾ, KPSC, കാളിദാസ കലാകേന്ദ്രം, KT മുഹമ്മദിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം, ആ സീരീസ് മുഴുവൻ, ഇതെല്ലാം കൊച്ചിക്കാർക്ക് കാണുവാൻ വെറും 10 രൂപ ടിക്കറ്റിൽ 2 പേർക്ക് അഡ്മിഷനോടുകൂടി ഇരുന്ന് കാണാനതിൽ 25 വർഷത്തോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കൊച്ചിയിലെ ജനങ്ങൾ ആസ്വദിച്ചിരുന്നു, അനുഭവിച്ചിരുന്നു. എങ്ങനെയാണ് അത് സാധിച്ചിരുന്നത്? അത് വാസ്തവത്തിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു, വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയെ നമ്മൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് പ്രചോദന ഫിലിം സൊസൈറ്റി പോലുള്ള സംഘടനകൾ ലംസമായി കാശ് വാങ്ങുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് സിനിമ കാണാൻ കഴിയുന്നില്ല. അപ്രാപ്യമായ ഒരു അവസരത്തിൽ വളരെ കുറഞ്ഞ ചെലവിൽ ആളുകളെ നല്ല സിനിമയും നല്ല നാടകവും കാണിക്കണം എന്നൊരു ഉദ്ദേശത്തിൻ്റെ ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 രൂപയ്ക്ക് ഒരു നാടകം അല്ലെങ്കിൽ ഒരു സിനിമ എന്നൊരു ആശയം മനസ്സിലുടലെടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു വലിയൊരു ചുമതല എന്ന് പറയുന്നത്, ഓരോ പരിപാടിക്കും പാസ് പ്രിൻ്റ് ചെയ്യുകയും ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടുചെന്ന് പാസ് കൊടുക്കുകയും 10 രൂപ കളക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്തരത്തിൽ ഒരു ഫിലിം സൊസൈറ്റി ഒരിടത്തുമില്ല, സാധ്യമാവില്ല. കാരണം 300 അംഗങ്ങളെ എല്ലാ മാസവും നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കാണുകയാണ്. ഒരു പരിപാടി കഴിയുമ്പോൾ അടുത്ത പരിപാടിക്കുള്ള പാസുകൾ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ഒരു എന്താ അനിശ്ചിതമായ നിരന്തരമായ ഒരു പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 25 വർഷം. ഒരിക്കൽ പോലും ലംസമായ ഒരു എമൗണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. 10 രൂപ എന്നുള്ളത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ 12 രൂപയായി, പിന്നെ 25 രൂപയായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ 20, അവസാന കാലത്ത് 25 രൂപയായിരുന്നു വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ജനങ്ങളുമായി നിരന്തരം സമ്പർക്കം ഉള്ള ഒരു പരിപാടി കൂടിയായിരുന്നു ഇസ്ക്രയുടെ പ്രവർത്തനം. ഈ നാടകങ്ങളും ഗാനമേളകളും അതുപോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനിടയിൽ ക്ലിൻറ്റ് എന്ന് വിളിച്ചിരുന്ന ആ ബാലൻ, പാവം നമ്മോടൊപ്പം ഇപ്പം ഇല്ല എങ്കിലും പറയട്ടെ, ആ ബാലൻ വരച്ച 1000-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ക്ലിൻറ്റിൻ്റെ ഒരു ചിത്രമേള മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ ക്ലിൻറ്റിൻ്റെ ചിത്രപ്രദർശനം കാണാൻ അന്നത്തെ ഗവർണറായിരുന്ന ഹോണറബിൾ ശ്രീ P. രാമചന്ദ്രനും കൂടി സന്നിഹിതനായിരുന്നു. അതിനെക്കുറിച്ച് ഓർമ്മകൾ പങ്കുവെക്കുക. 6 വയസ്സിനുള്ളിൽ ഏതാണ്ട് 3000-ലധികം ചിത്രങ്ങൾ വരച്ച ഒരു കുട്ടിയാണ് ക്ലിൻറ്റ്. ക്ലിൻറ്റിനെ കുറിച്ചൊരു സിനിമ വരെ അടുത്ത് റിലീസായിട്ടുണ്ട്. ക്ലിൻറ്റിൻ്റെ ഫാദറുമായിട്ട് പരിചയപ്പെടാനിടയായി. അദ്ദേഹം ഐലൻഡിൽ സ്വിഫ്റ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ അപ്പോഴാണ് അറിയണത് ക്ലിൻറ്റിൻ്റെ ഫാദറാണ് അദ്ദേഹത്തിന്.
അപ്പോൾ അന്ന് ഒരു ആവേശം മനസ്സിൽ തോന്നി, ക്ലിൻറ്റിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കണം. അങ്ങനെ സ്ക്രയുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ക്ലിൻറ്റ് ചിത്ര പ്രദർശനം തീരുമാനിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ചിത്ര പ്രദർശനമാണ്. ഏതാണ്ട് 100,000-ലധികം കുട്ടികൾ ആ ചിത്ര പ്രദർശനം കണ്ടു. കൊച്ചിയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും വലിയ തിരക്കായിരുന്നു, ഒരു ഉത്സവം പോലെയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നത്തെ ഗവർണറായ ബഹുമാനപ്പെട്ട പി രാമേന്ദ്ര സാറിനെ പോയി രാജ്ഭവനിൽ പോയി കണ്ടു, സംസാരിച്ചു, വരാമെന്ന് സമ്മതിച്ചു. അപ്പം നമുക്ക് വലിയ അത്ഭുതമായി പോയി, അദ്ദേഹത്തെ പോലുള്ള ഒരാൾ. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം എറണാകുളത്ത് മറ്റൊരു പരിപാടി വന്നു, സർക്കാർ പരിപാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്ഘാടനം മറ്റാരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക. അപ്പോൾ അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ. ഞാൻ പ്രദർശനം കാണാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം പ്രദർശനം കാണാൻ എത്തി. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് കൈവശം. അത് വലിയൊരു അംഗീകാരമായിട്ടാണ്, സ്ക്രൈഡക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് അത് കണ്ടത്. ചിത്രപ്രദർശനം ഗംഭീര വിജയമായി. അന്നത്തെ പത്രങ്ങളൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നൽകിയാണ് ആ ചിത്രപ്രദർശനം പ്രസിദ്ധീകരിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു ക്ലിൻറ്റ് ചിത്രപ്രദർശനം സംസ്ഥാന തലത്തിൽ ഒരു ചിത്ര മത്സരം, ചിത്രരചന മത്സരം സംഘടിപ്പിച്ചിരുന്നുണ്ട് അതേ ദിവസം തന്നെ. ഇതുപോലെ കലാകാരന്മാരെയും ചിത്രകാരന്മാരെയും ഗായകരെയും എല്ലാം പരിചയപ്പെടുത്തി അവരുടെ കലാരൂപങ്ങൾ സംഘടിപ്പിക്കുകയെല്ലാം ചെയ്ത കൂട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇസ്ക്ര ഒരു നീതിമേള സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് 2 വാക്ക്. നീതിമേള സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഒരു സാഹചര്യം, ഈ കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്ന് ആ കാലത്തുണ്ട്. അന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യർ, ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോൻ, ജസ്റ്റിസ് ജാനകി അമ്മ, അവരുടെ മനസ്സിൽ ഉദിച്ച ഒരാശയമാണ് ലഘു കേസുകൾ, ചെറിയ ചെറിയ കേസുകൾ, വലിയ പ്രശ്നങ്ങളില്ലാത്ത കേസുകൾ കോടതിക്ക് പുറത്ത് പറഞ്ഞു തീർക്കുക. ചില വാടക കേസുകൾ, വലിയ പ്രശ്നങ്ങളില്ലാത്ത വ്യവഹാരങ്ങളൊക്കെ കോടതിക്ക് പുറത്ത് ഇരു കക്ഷികളെയും ഇരുത്തി സംസാരിച്ച് തീർക്കുക എന്നൊരാശയം. അത് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൊക്കെ വലിയൊരു ആവേശം, അദ്ദേഹം അതിനൊക്കെ അംഗീകാരം നൽകുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ അതിന് നീതിമേള എന്നാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരും ടി ചന്ദ്രശേഖരനും പേരിട്ടത്. അപ്പോൾ കൊച്ചിയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, സജീവമായി നിൽക്കുന്ന ഇസ്ക്രയുടെ പ്രതിനിധികളെ അവർ ക്ഷണിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു ആശയം, നീതിമേള സംഘടിപ്പിക്കണം, അത് കൊച്ചിയിൽ വെച്ച് നടത്തണം, അതിൻ്റെ ഉദ്ഘാടനം കൊച്ചിയിലൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചു. അതിനുവേണ്ടി ഏതാണ്ട് 1 മാസത്തോളം കൊച്ചിയിലെ വിവിധ വീടുകളിലും വിവിധ പ്രദേശങ്ങളിലും നടന്ന് ചെറിയ കേസുകൾ, അതിർത്തി തർക്കം, വാടക കേസ്, അതുപോലുള്ള ചെറിയ കേസുകൾ, ചെറിയ അടിപിടി കേസുകൾ, ഇതൊക്കെ ശേഖരിച്ചു. ഏതാണ്ട് 1000-ലേറെ കേസുകൾ ഞങ്ങൾ വീടാന്തരം കയറി ഇറങ്ങി സ്ക്രയുടെ പ്രവർത്തകർ ശേഖരിക്കുകയും അത് നീതിമേളയിൽ വെച്ച് തീർപ്പാക്കുകയും ചെയ്തു എന്നൊരു സന്തോഷമാണ്. മട്ടാഞ്ചേരി ടൗൺ ഹാളാണ് അവർ ആദ്യമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. കാരണം 1000-ഓളം കേസുകൾ നമ്മൾ സ്ക്ര നടന്ന് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം കേസുകൾ, 1000-ഓളം കേസുകൾ ശേഖരിച്ചു എന്നുള്ള കാരണം കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ നടത്തണം എന്നായിരുന്നു തീരുമാനം. പക്ഷേ നിർഭാഗ്യവശാൽ
ചീഫ് ജസ്റ്റിനെ പോലുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെ പോലുള്ള ഒരാൾ പിന്നെ ഹാർബർ പാലത്തിലൂടെ വന്ന് പോവുക എന്ന് പറയുന്നത് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് വെന്യൂ എറണാകുളത്തേക്ക് മാറ്റി. എറണാകുളത്തേക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇസ്ക്രേ നടത്തിയുള്ള പ്രവർത്തനത്തെ വലിയ തോതിൽ ശ്ലാഘിക്കുകയുണ്ടായി എന്നത് വളരെ അഭിമാനത്തോടു കൂടി ഇപ്പോൾ ഓർക്കുകയാണ്. സംഘാടനത്തിൻ്റെ ബഹുമുഖങ്ങൾ. ഇക്കൂട്ടത്തിൽ കായിക താരങ്ങളെയും ഇസ്ക്ര ആദരിക്കുകയുണ്ടായി. PT ഉഷ, MB വത്സമ്മ, ഷൈനി വിൽസൺ, പിന്നെ അവരുടെ കോച്ചുകൾ. അമീബയുടെ ഓർമ്മകൾ തീർച്ചയായിട്ടും പങ്കുവെക്കുക. ഏഷ്യയിലെ സ്വർണ്ണ മെഡൽ നേടിയ ഘട്ടത്തിൽ ഏഷ്യൻ സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങളായിരുന്നു PT ഉഷ, വത്സമ്മ, KT വത്സമ്മ, ഷൈനി വിൽസൺ എന്നവർ. അപ്പോൾ അവരെ ഒന്ന് ആദരിക്കണം എന്ന് ഇസ്ക്ര തീരുമാനിച്ചു. അത് വലിയൊരു സംഭവമായിരുന്നു കൊച്ചിയിൽ. കാരണം വലിയ വിദ്യാർത്ഥികളുടെയും ബാൻഡ് വാദ്യങ്ങൾ, മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി തുറന്ന വാഹനത്തിൽ PT ഉഷ, വത്സമ്മ, ഷൈനി വിൽസൺ, നമ്പ്യാർ, അവരുടെ കൊച്ചു കുട്ടി, ഇവരെ 5 പേരെയും തുറന്ന വാഹനത്തിൽ ചുള്ളിക്കൽ നിന്ന് ആനയിച്ച് മേളങ്ങളോടെ ഘോഷയാത്രയായി, വിവിധ കലാരൂപങ്ങളുടെ ഘോഷയാത്രയായി, സ്കൂൾ വാദ്യങ്ങൾ, ഇതൊക്കെ സ്കൂൾ സ്കൗട്ട്, NCC ഇവരുടെയൊക്കെ അകമ്പടിയോടുകൂടി ചുള്ളിക്കലിൽ നിന്ന് മട്ടാഞ്ചേരി ടൗൺ ഹാളിലേക്ക് ആനയിച്ചു. ഇതിന് കാണാനും ഇവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും വേണ്ടി റോഡിന് ഇരുവശവും നൂറുകണക്കിന് ആളുകളാണ് കാത്തിരുന്നത്. അത് കൊച്ചിയുടെ ചരിത്രത്തിൽ ഒരു സംഭവമാണ്. അത് അക്കാലത്തെ ആളുകൾ ഒരിക്കലും മറക്കില്ല. കൊച്ചി ശാന്തമായിരുന്നു. 1992 ഡിസംബർ 7-ാം തീയതി ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൻ്റെ തലക്കെട്ടാണ്. ഈ തലക്കെട്ടിൻ്റെ കാരണം അതിൻ്റെ തലേന്ന് ബാബറി മസ്ജിദിൻ്റെ അവസ്ഥയായിരുന്നു. അന്ന് കൊച്ചി എപ്പോൾ വേണമെങ്കിലും ഒരു റയറ്റ് സംഭവിക്കാവുന്ന ഒരു സ്ഥലം വളരെ ശാന്തമായിരുന്നു എന്ന് വരുത്തിയതിന് ഇസ്ക്രയും ഒരു കാരണക്കാരനാണ്, പ്രത്യേകിച്ചും ശ്രീ ഹമീദ്. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിലേക്കുള്ള മാർച്ച് നിശ്ചയിച്ച ദിവസമാണ്. അപ്പം അതിന് മുൻപ് കൊച്ചിയിൽ 2-3 വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമെന്ന നിലക്ക് സ്നേഹവും സാഹോദര്യവും ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു പ്രദേശമെന്ന നിലക്ക് ആ 2-3 സംഭവങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ വലിയ മുറിവാണ് ഏൽപ്പിച്ചത്. അപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ഡിസംബർ 6-ന് 1992 ഡിസംബർ 6-ൽ അവിടെ ബാബറി മസ്ജിദ് പൊളിക്കുകയാണെങ്കിൽ കൊച്ചിയിൽ എന്തും സംഭവിക്കാം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൊച്ചി ശാന്തമാകുന്നതിന് വേണ്ടി കൊച്ചിയിലെ എല്ലാ മനുഷ്യരെയും ഒന്നിച്ചു കൂട്ടി ഒരു ഉപവാസം സംഘടിപ്പിക്കുക എന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാസേട്ടനെ പോയി കാണുകയും ദാസേട്ടൻ അത് സമ്മതിക്കുകയും ഉപവാസം ഡിസംബർ 6-ന് ഉപവാസം സംഘടിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ പിന്നിൽ വലിയൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത്, ദാസേട്ടൻ തന്നെ മുൻകൈയെടുത്ത് കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, MG സോമൻ, സിദ്ദീഖ് അതുപോലുള്ള ആളുകളെയൊക്കെ ആ വേദിയിൽ കൊണ്ടുവന്നു. രാവിലെ 6 മണിക്ക് വെളിയിൽ നിന്നാണ് ഈ ശാന്തി യാത്ര ആരംഭിക്കുന്നത്. ആ ശാന്തി യാത്ര ആരംഭിച്ച്
അടുത്തുള്ള ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് മുസ്ലിം പള്ളിയുണ്ട്, അവിടെ പ്രാർത്ഥന നടത്തി. അത് കഴിഞ്ഞ് ഹിന്ദു ദേവാലയമുണ്ട്, അവിടെ പ്രാർത്ഥന നടത്തിയ ശേഷമാണ് വേദിയിലേക്ക് എത്തിയത്. കൃത്യമായി 6 മണിക്ക് ദാസേട്ടൻ്റെ പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ഉപവാസം ആരംഭിക്കുകയാണ്. ഉപവാസ വാർത്ത നാടെങ്ങും വരുന്നു. ഏതാണ്ട് 10,000-കണക്കിന് ആളുകൾ ആ പ്രദേശത്താകെ ഒന്നിച്ചു കൂടുകയായിരുന്നു. അന്ന് രാഷ്ട്രീയക്കാർക്കാർക്കും പ്രസംഗം ഉണ്ടായിരുന്നില്ല. എല്ലാ മതസംഘടനകളിൽപ്പെട്ടവരുടെ പ്രഭാഷണങ്ങൾ, ദാസേട്ടൻ്റെ പാട്ട്, കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ്റെ പാട്ട്, ഗസൽ ഗായകൻ ഉമ്പായിയുടെ പാട്ട്, അങ്ങനെ നിരവധിയായ ഗായകരുടെയും ഗായക സംഘങ്ങളുടെയും പാട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. അതിനുശേഷം ഒരു ജാഥ നടത്താൻ, ഒരു ശാന്തി യാത്ര നടത്താൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് അധികാരികൾ അത് വിലക്കിയത്. പോലീസ് അധികാരികളോട് ശാന്തി യാത്ര വേണ്ട, ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്തു നിന്ന് സാമൂഹ്യ ദ്രോഹികൾ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ശാന്തി യാത്ര വേണ്ട, ഒരു യോഗം നടത്തി പിരിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൗന പ്രാർത്ഥനാ ഗാനത്തോടുകൂടി 6 മണിക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളൊക്കെ വലിയ വാർത്തയാണ് നൽകിയത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് മാതൃഭൂമിയിൽ ഒരു ബോക്സിൽ കൊടുത്തു, കൊച്ചി ശാന്തമായിരുന്നു. ഇസ്ക്ര നടത്തിയ ഉപവാസവും ദാസേട്ടൻ്റെ നേതൃത്വത്തിൽ, ജെ യേശുദാസിൻ്റെ നേതൃത്വത്തിൽ ഉപവാസം കൊച്ചി ശാന്തമാക്കി. അത് ഞങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്തായ ഒരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. അതുമാത്രമല്ല, അതിനെ തുടർന്നും ഈ ജനങ്ങളിൽ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 1000 വീടുകളിൽ നിന്ന് 1000 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ബക്രീദ് സ്നേഹസംഗമം, വിഷു സ്നേഹസംഗമം, ക്രിസ്തുമസ് സ്നേഹസംഗമം, ഇതൊക്കെ എല്ലാ മനുഷ്യരുടെയും, എല്ലാ ജാതിയുടെയും, എല്ലാ മതങ്ങളുടെയും പെരുന്നാളുകളും പുണ്യദിനങ്ങളും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുക എന്നൊരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രവൃത്തികൾ. ക്രിസ്മസും വിഷുവും ബക്രീദും ഒക്കെ ആഘോഷിക്കാൻ കാരണമായത്. 1993 ഡിസംബറിൽ ഇസ്ക്ര സഹകരിച്ചുകൊണ്ട് ഒരു മഹാമേള കൊച്ചിയിൽ, പ്രത്യേകിച്ചും ഗാനമേളകളാണ്. ആർ ഡി ബർമൻ, കെ എസ് ചിത്ര, പങ്കജ് ഉദാസ്, ഗുരുദാസ് മൻ, ശിവ തുടങ്ങിയ ബാൻഡുകളുടെ വലിയൊരു ആഘോഷമായിരുന്നത്. കൊച്ചിക്കാരെ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത, പ്രത്യേകിച്ചും ആർ ഡി ബർമനെ വെളി സ്റ്റേജിൽ കണ്ടത്, ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കും. അത് അലിൻ ഹസേർ എന്ന ഒരു കലാകാരൻ, അല്ലെങ്കിൽ കലാസ്നേഹി, സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി കലാസന്ധ്യകൾ സംഘടിപ്പിച്ച് ഗാനമേളകൾ സംഘടിപ്പിക്കാൻ, അത് അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുത്ത് വലിയ ഷോകൾ സംഘടിപ്പിച്ച് അത് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ്. അതൊരു വലിയൊരു ആഹ്ലാദം, അത് ജീവിതത്തിലെ ഒരു ആഹ്ലാദമായി കാണുന്ന ഒരു മനുഷ്യനാണ് അലിൻ ഹസേർ. അദ്ദേഹം AS ബാവൻ, എറണാകുളത്തെ AS ബാവൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു ഫ്രൈസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ചിറ്റൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്, കൊച്ചി എന്ന് പറയുന്നത് കലാകാരന്മാരുടെയും സംഗീതകാരന്മാരുടെയും കലാകാരന്മാരുടെ ഒരു കേന്ദ്രമാണ്. അവിടെ അദ്ദേഹം ഇതിന് വലിയ സ്വീകാര്യത കിട്ടും എന്ന ഒരു തോന്നലാണ് അദ്ദേഹം ഒരു എക്സിബിഷൻ ഗാനമേള എന്ന ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ ഒരു മഹാമേള എന്ന പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു.
അതും നേരത്തെ പറഞ്ഞതുപോലെ 10 രൂപയൊക്കെയാണ് പ്രവേശനം. അപ്പം അദ്ദേഹം കണ്ടത് എക്സിബിഷൻ സ്റ്റാളുകൾ വിറ്റുപോകും, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് പരിപാടി ഗാനമേളകൾ സംഘടിപ്പിക്കുക. അദ്ദേഹം ഒരു ബിസിനസ്സായി കണ്ടുകൊണ്ടല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം അതിലേക്ക് വിനിയോഗിക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില വർഗീയ കലാപങ്ങൾ നടന്നതിൻ്റെ പേരിൽ ഈ എക്സിബിഷൻ സ്റ്റാളുകൾ വിറ്റുപോകാൻ കഴിഞ്ഞില്ല, വിറ്റുപോയില്ല. സ്റ്റാളുകൾ എടുക്കാൻ വലിയ വലിയ കമ്പനികളാരും മുന്നോട്ട് വന്നില്ല. അതിൻ്റെ ഫലമായിട്ട് എക്സിബിഷൻ നഷ്ടത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാനമേളകളും പരിപാടികളും നഷ്ടത്തിലാവുമല്ലോ. എങ്കിലും അത് അദ്ദേഹം സഹിക്കാൻ തയ്യാറായിരുന്നു. ആദ്യത്തെ ദിവസം R.D. ബർമൻ, രണ്ടാം ദിവസം ഉഷാ ഉതുപ്പ്, പിന്നീട് പങ്കജുദാസ്, ചിത്രയുടെ ഗാനമേള, കൊച്ചിക്കാരുടെ ഒരു ഗുരുദാസ് മാൻ, അവസാനത്തെ ദിവസം ശിവ ബാൻഡ്, കൽക്കത്തയിൽ നിന്നുള്ള ശിവ ബാൻഡ്. അങ്ങനെ ഇത് വലിയൊരു കേരളത്തിലുടനീളം വലിയൊരു സംഭവമായി കുട്ടിഘോഷിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. ഒരേ വേദിയിൽ R.D. ബർമനും ഉഷാ ഉതുപ്പും ഇതൊക്കെ പങ്കജുദാസും ഗുരുദാസ് മാനും ശിവ ബാൻഡും ഇവരൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാലം. പക്ഷേ അവസാന ദിവസം ശിവ ബാൻഡ് അവരുടെ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നതിനിടയിൽ വളരെ അവിചാരിതമായി ഇരുകൂട്ടരും ചെറുപ്പക്കാർ 2 ചേരി തിരിഞ്ഞ് അന്യോന്യം ഏറ്റുമുട്ടി. അത് എന്താണ് സംഭവം എന്ന് ഇന്നും നമുക്കൊരു പ്രഹേളികയായി നിലകൊള്ളുകയാണ്. എന്തുണ്ടായി അതിന് സംഭവം? എന്നിട്ട് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടിയിട്ട് ചെയ്തതെന്ന് പറയുന്നത് ഈ കസേരകളെടുത്ത് വില കൂടിയ സൗണ്ട് സിസ്റ്റം അടിച്ചു പൊളിക്കുക. അതോടുകൂടി കസേരകളാകെ ആളുകൾ തലയിൽ ചുമന്നുകൊണ്ട് പോകുന്ന സ്ഥിതി. ഒരു കസേര പോലും കിട്ടിയില്ല. ഏതാണ്ട് 10,000-3000 കസേര ഇവിടെ നിരത്തിയിരുന്നു. വാസ്തവത്തിൽ അത് നന്നായി നടന്നിരുന്നുവെങ്കിൽ പിറ്റേ വർഷവും അതിനേക്കാളും ഗംഭീരമായ ഷോ അവിടെ നടത്താൻ അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തകർന്നുപോയി എന്നാണ് പറയാം. സാമ്പത്തികമായി തകർന്നുപോയി, വലിയ കടക്കണിയിലായി, അദ്ദേഹത്തിൻ്റെ ബിസിനസ് നഷ്ടത്തിലായി, വലിയ ആഘാതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി, കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. കൊച്ചിക്കാർ വാസ്തവത്തിൽ കലയും സംഗീതത്തെയും നാടകത്തെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് നേരെ വിരുദ്ധമായ ഒരു സമീപനമാണ് ചില സാമൂഹ്യദ്രോഹികൾ എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ആളുകൾ അന്ന് കാണിച്ചു കൂട്ടിയത്. ഇന്നും ഒരു വേദനയോടുകൂടി മാത്രമേ അത്തരത്തിലുള്ളൊരു വലിയ സംഭവത്തെ ഓർക്കാൻ കഴിയുള്ളൂ. മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ഇസ്ക്രയുടെ ആഭിമുഖ്യത്തിൽ 300 കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കലാരൂപം അവതരിപ്പിക്കാൻ. കലാരൂപം എന്ന് വെച്ചാൽ സ്കിറ്റുകൾ, അത് പല നാടകങ്ങളിലെയും പല ഡയലോഗ്സും പല സംഭവങ്ങളും എല്ലാം കോർത്തിണക്കി. എനിക്ക് ഓർമ്മയുള്ള ടിപ്ടോപ്പസിസ്, അദ്ദേഹം മഹാനായൊരു നടനായിരുന്നു, മഹാനായൊരു നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും അതുകൂടാതെ പാപ്പക്കുട്ടി ഭാഗവതർ പോലുള്ള വലിയ ഗായകരും കർണാടക സംഗീത വിദ്വാൻമാരും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള 300 പേരുടെ ഒരു കലാമേള. ആ ഓർമ്മകളൊന്നും നമുക്ക് ഇത് 2000 ഓഗസ്റ്റ് 15-നാണ് ഒരു കലാകാര സംഗമം മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ അരങ്ങേറുന്നത്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി പ്രായം ചെന്ന നിരവധി ആളുകൾ, വയോജനങ്ങളായ കലാകാരന്മാർ, അവർ ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല.
അങ്ങനെ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു. ഇങ്ങനെ ഒരു പഴയ കലാകാരന്മാരെ ഒന്നിച്ചു കൂട്ടുക, പഴയ കലാകാരന്മാരെ എല്ലാവരെയും ഒന്നിച്ചു ഇരുത്തുക എന്ന് പറയുമ്പോൾ തന്നെ പലർക്കൊരു അങ്കലാപ്പായിരുന്നു. എന്താ ഇവർ വന്ന് വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചോദ്യം എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 300ഓളം കലാകാരന്മാർ കൊച്ചിയിൽ പല ഭാഗങ്ങളിൽ അതൊരു 6-7 മാസത്തെ അധ്വാനമായിരുന്നു. പലരെയും കണ്ടെത്തുക ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ 2000 ഓഗസ്റ്റ് 15 ഇവരെ ആകെ മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ ഒരു ദിവസം മുഴുവനും രാവിലെ ചായ, ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്നുള്ള ഭക്ഷണം, വൈകുന്നേരം പൊതു സമ്മേളനം, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അതിലെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് നമ്മുടെ ഇടക്കൊച്ചി പ്രഭാകരനും മകൻ സലീം കുമാറിൻ്റെ മകൾ സനീഷ സലീംകുമാറും ചേർന്നൊരു കഥാപ്രസംഗം അന്നത്തെ സ്റ്റേജിലാണ്. 3 ജനറേഷൻ ഒന്നിച്ച് കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലായിരുന്നു. ഈ കലാകാരന്മാരാകെ വന്നുകൊണ്ട് ഇപ്പോൾ ബിയാട്രീസ്, PG ആൻ്റണി, ടിപ്ടോപ്പ് അസീസ്, PM അബു, ഇവരൊക്കെ അവർ നടത്തിയിട്ടുള്ള നാടകങ്ങളിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അവതരിപ്പിച്ചു. അവർ പ്രൊഫഷണൽ നാടകങ്ങളിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ അവർ അവതരിപ്പിക്കുകയാണ്. ചിലർ പാട്ടുപാടി, ചിലർ കഥ പറഞ്ഞു, ചിലരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ച്, അങ്ങനെ അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം മരിച്ചെന്ന് കരുതിയ പലരും അവിടെ വന്നപ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയും ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്ത ആ ഒരു നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മഹത്തായ ഒരു പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. അന്ന് ഞാൻ ശേഖരിച്ച ഈ കലാകാരന്മാരുടെ ബയോഡാറ്റ പിൽക്കാലത്ത് ലോകനാടകദിന 2009 ലോകനാടകദിനം ആചരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ മൺമറഞ്ഞ കലാകാരന്മാരുടെ ഓർമ്മക്കുറിപ്പുകളായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്നും ലോകനാടകദിന ആചരിക്കുന്ന സന്ദർഭത്തിൽ ആ ഓർമ്മക്കുറിപ്പുകളാണ് മിക്കവാറും പ്രദർശിപ്പിക്കുന്നത്. അമിത് ഭായ്, ഇത് കൂടാതെ ഈ 300 കലാകാരന്മാരെ സംഘടിപ്പിച്ചതിന് ശേഷം ഒരു ഗാന്ധിജി മുതൽ EMS വരെ എന്നുള്ള ഒരു പ്രോഗ്രാം, അതായത് പ്രഭാഷണ പരമ്പരയായിരുന്നു. അതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അന്നത്തെ പ്രശസ്തരായ വാഗ്മികളും പ്രാസംഗികരും പ്രഭാഷകരുമായ പലരും കൊച്ചി മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വന്ന് അവരുടെ പ്രഭാഷണം നടത്തിപ്പോയി. ഈ വിഷയത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും. സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വർഷം പ്രമാണിച്ച് ഒരു പ്രഭാഷണ പരമ്പര നടത്താൻ തീരുമാനിച്ചു. അതിന് പേരിട്ടത് ഗാന്ധിജി മുതൽ EMS വരെ എന്നതാണ്. ആ കാലഘട്ടത്തെ കുറിച്ചാണ് പ്രഭാഷണമാല. അത് ഉദ്ഘാടനം ചെയ്തത് സുകുമാർ അഴീക്കോട് സാറാണ്. സുകുമാർ അഴീക്കോട് സാറ്, അതിനുശേഷം ബിഷപ്പ് മാർ പൗലോസ്, MK സാനു മാസ്റ്റർ, ഡോക്ടർ NVP ഉണിത്തിരി, ഡോക്ടർ KM തരകൻ, MN വിജയൻ സാറ്, MM ഹസൻ, SK വസന്തൻ, K സച്ചിദാനന്ദൻ, അങ്ങനെയുള്ള ഒരു പ്രഗത്ഭരായ ഒരു പ്രാസംഗികരുടെ ഒരു നീണ്ട നിര തന്നെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമാണ്. അർജുന മാഷിനെ പോലുള്ള ഒരു വലിയ കലാകാരൻ, ഗായകൻ, കമ്പോസർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ അദ്ദേഹം വളരെ ഹമ്പിളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി ആദരവുകൾ പലയിടത്തു നിന്നുണ്ടാവും. പക്ഷെ എന്നാലും ഇസ്ക്ര നൽകിയ ഒരു ആദരം വളരെ ഗംഭീരമായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് പറയും. ഞാൻ വളരെ തുടക്കത്തിൽ പറഞ്ഞില്ല, ഞാൻ വളരെ ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയ ഒരു കലാകാരനാണ് അർജുനൻ മാസ്റ്റർ.
അർജുന മാഷ് എപ്പോഴും പലരെയും അദ്ദേഹം മോനെ എന്നാണ് വിളിക്കുന്നത്. ആ കൂട്ടത്തിൽ എന്നെയും മോനെ. ഏറെ വാത്സല്യമുണ്ടായിരുന്ന എന്നോട് വലിയ വാത്സല്യമായിരുന്നു അർജുന മാഷ്. അർജുന മാഷ് വിസ്മരിക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അർജുന സിനിമയിൽ നിന്നും നാടകത്തിൽ നിന്നൊക്കെ മാറി പള്ളുരുത്തിയിലും കൊച്ചിയിലുമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ 75ാം ജന്മദിനം വരുന്നത്. അപ്പോൾ അർജുന മാഷ് ആദരിക്കണം, അത് വളരെ വിപുലമായി ആദരിക്കണം എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് വലിയൊരു ആദരവ് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ആ 3 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിന് ഒരു ദിവസം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക പി സുശീല പങ്കെടുത്തു. മറ്റൊരു ദിവസം ഗിരീഷ് പുത്തഞ്ചേരി പങ്കെടുത്തു. വലിയൊരു സദ്യ ഒരുക്കി എല്ലാ ഒരു സംഗീത സദ്യയും ഭക്ഷണവും ഇതൊക്കെ കൂടി ചേർത്തുള്ള വലിയ ഒരു 3 ദിവസത്തെ വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു സംഭവമാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗുരു വിജയരാജൻ മാഷ്, അദ്ദേഹത്തെ ഒരാളും കൊച്ചിയിൽ അറിയില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു അധ്യാപകൻ എന്ന നിലക്കപ്പുറം ആരും അദ്ദേഹത്തെ അറിയില്ല. അധ്യാപകൻ തന്നെ അറിയപ്പെടുന്നത് തന്നെ ശിഷ്യന്മാർ മാത്രമേ അദ്ദേഹത്തെ അറിയുള്ളൂ. വളരെ ഒരു കുടയും ചൂടി ഓരഞ്ചാരി നടന്നു പോകുന്ന ഒരു പാവം മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അർജുന മാഷ്. ഗുരുവിനേക്കാൾ പ്രശസ്തനാണ് ശിഷ്യൻ. അതുമാത്രമല്ല, കൊച്ചിൻ സൗഭാഗ്യവതി അതേപോലുള്ള പ്രശസ്തരായ ശിഷ്യന്മാർ വേറെയുമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എന്നൊരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കാൻ ഒരു അവസരമുണ്ടായി. ഉദ്ഘാടനം ചെയ്ത ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. അദ്ദേഹമാണ് പൊന്നാട അണിയിച്ച് അദ്ദേഹത്തിന് ഒരു പണക്കിഴി കൊടുക്കുകയുണ്ടായി. അതും വലിയൊരു ഏറ്റവും മഹത്തായ ഒരു കർമ്മമായി ജീവിതത്തിൽ തോന്നുകയാണ്. ഉമ്പായി എന്ന പരേതനായ കലാകാരൻ, ഗായകൻ, ഗസൽ ഗായകൻ, അദ്ദേഹം പലപ്പോഴും ഹമീദ് ഭായി ആത്മമിത്രമെന്നും നിങ്ങൾ തമ്മിലുള്ള ഗാഢ സൗഹൃദത്തെക്കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കേണ്ടത്. ഉമ്പായിയെക്കുറിച്ചും 2 വാക്ക് എന്തെങ്കിലും സംസാരിക്കുക. ഉമ്പായി മരിക്കുന്നത് വരെ വളരെ ആത്മമിത്രമെന്ന എൻ്റെ ഒരു സഹോദര തുല്യമായ സ്നേഹമാണ് അദ്ദേഹം എനിക്ക് നൽകിയിരുന്നത്. അതിന് കാരണം അദ്ദേഹം സ്വതന്ത്രമായ ഒരു സംഗീത പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിച്ചപ്പോൾ, അന്ന് ഞാൻ ഇസ്ക്രയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹമീദ്, എനിക്ക് പ്രതിമാസ പരിപാടിയിൽ എനിക്കൊരു പ്രോഗ്രാം തരണം. വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഗസൽ എന്ന് പറയുന്ന സംഗീത രൂപത്തെക്കുറിച്ച് കൊച്ചിയിൽ വലിയ ഗ്രാഹ്യമൊന്നുമില്ലാതിരുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ഇസ്ക്രയുടെ അംഗങ്ങളെന്ന് പറയുന്ന നാടകവും ഗാനമേളകളും മാത്രം കണ്ടും കേട്ടും ശീലിച്ചിരുന്നവരുടെ മുമ്പിൽ ഗസൽ എന്ന് പറഞ്ഞ ഒരു സംഗീത രൂപം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ, ഞാൻ ഒരു അത്ഭുതത്തോടെ അല്പം ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ചില അതേക്കുറിച്ച് അറിയാത്ത ചില കമ്മിറ്റി അംഗങ്ങൾ വരെ ചോദിച്ചിട്ടുണ്ട്, ഉറുദു അറിഞ്ഞാൽ ഇത് ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് അത്തരത്തിലൊരു ചോദ്യം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, ഉറുദു അറിയണം, പക്ഷേ
ഈ കാലത്ത് പോപ്പുലറായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. അതൊക്കെ ജനങ്ങൾ ആസ്വദിക്കുന്നതാണ്. പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുന്നത് സംഗീതത്തിന് പ്രാധാന്യമുള്ള, സംഗീതം ആസ്വദിക്കുന്ന ഒരു ജനസമൂഹമുള്ള ഒരു പ്രദേശമാണ്. അത് മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കലാകാരൻ എന്ന നിലക്ക് നമ്മളതിന് ഒരു അവസരം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന നിലക്കാണ് അദ്ദേഹത്തിന് അതിൻ്റെ കൂടി സമ്മർദ്ദത്തിൽ ആണ് പിന്നെ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തുടക്കം എന്ന നിലക്ക് ദുൻ എന്ന ഒരു സംഘടനയുടെ പേരിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ജെറി അമൽദേവ് സാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അംഗങ്ങളും സ്ക്രേഡ് അംഗങ്ങളും നമ്മൾ ക്ഷണിക്കപ്പെട്ട അംഗങ്ങളും ഉൾപ്പെടെ വലിയൊരു സദസ്സ് വളരെ ഗംഭീരമായി അദ്ദേഹത്തിൻ്റെ ഗസൽ ആസ്വദിക്കുകയുണ്ടായി. ആ ഒരു നന്ദിയും കടപ്പാടും എനിക്ക് അത് മരിക്കുവോളം അദ്ദേഹം എനിക്ക് നൽകിയിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പല ആൽബങ്ങളും റിലീസ് ചെയ്യുന്നതിന് മുൻപും അത് എഴുതിയ കവികളുമായിട്ട് സംസാരിക്കുന്നതിന് പോകുന്ന സന്ദർഭത്തിലൊക്കെ എന്നെയും കൂട്ടിയാണ് അദ്ദേഹം പോയിരുന്നത്. ONVയോട് സംസാരിക്കുമ്പോഴും യൂസഫ് അലി കേച്ചേരിയോട് സംസാരിച്ചതും സച്ചിദാനന്ദൻ സാറിനോട് സംസാരിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സംഗീത ആൽബം ആദാബ് ഉദ്ഘാടനം ചെയ്തത് കളക്ടറായിരുന്ന ബേദി സാറാണ്. അത് ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചായിരുന്നു. പിന്നീട് പ്രണാമം എന്ന മലയാള ആൽബമാണ് വാസ്തവത്തിൽ ഉമ്പായിയെ കേരളത്തിലെ അറിയപ്പെടുന്നതിന് കാരണമായത്. പ്രണാമം ഒരു ആ പ്രണാമത്തിലെ പാട്ടുകൾ പാടി പലരും പിൽക്കാലത്ത് പ്രേമിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ആൽബം കൊടുത്തുകൊണ്ട് പ്രേമം മുട്ടിട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഗസൽമാലയാണ്. ഗസൽമാലയോടുകൂടിയാണ് അദ്ദേഹം കേരളത്തിന് വെളിയിലും അറിയപ്പെടുന്നതിന് കാരണമായി. ജീവിതത്തിലുടനീളം ഒരു സുഹൃത്തെന്നായാലും ചിലപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം പോകുമ്പോൾ എൻ്റെ അനുജനാണെന്ന് പറയും, ചിലപ്പോൾ എന്നോട് പറയും മാനേജറാണെന്ന് പറയും, ചിലപ്പോൾ സെക്രട്ടറിയാണെന്ന് എന്നെ പരിചയപ്പെടുത്തും മറ്റുള്ളവരോട്. ഏതായാലും അദ്ദേഹം മരിക്കുന്നത് വരെ വളരെ ഗാഢമായ ഒരു സൗഹൃദം സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അഭിമാനത്തോടുകൂടി ഞാൻ ഓർക്കുന്നു. ഇസ്ക്രയുടെ കാലശേഷം അമിത് ഭായ് മ്യൂസിക്കൽ മീറ്റ് എന്ന സംഘടന അത് രൂപീകരിക്കാനുള്ള സാഹചര്യവും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു രീതിയും ഒത്തിരി കലാകാരന്മാർ മ്യൂസിക്കൽ മീറ്റിൽ വന്ന് അത് കൊച്ചിയിലെ ബാദ് ഹോട്ടലിൽ വെച്ചിട്ട് ഒത്തിരി വാദ്യോപകരണ വിദ്വാൻമാരും ഗായകരും ഗസൽ ഗായകരും എല്ലാവരെയും അവിടെ കൊണ്ടുവന്നിരുന്നു. രണ്ടു വാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കും. 1965 രൂപം കൊണ്ട സംഘടന മ്യൂസിക്കൽ മീറ്റ്. അബ്ദുൽ ഖാദർ വക്കീൽ എന്ന മഹാനായ സംഘാടകൻ, മഹാനായ വക്കീൽ, മഹാനായ മനുഷ്യസ്നേഹി, അദ്ദേഹം ജവഹർലാൽജി എന്ന വ്യവസായിയും ഒക്കെ കൂടി ചേർന്നാണ് മ്യൂസിക്കൽ മീറ്റ് എന്ന 1965 കൊച്ചിയിൽ രൂപം കൊള്ളുന്നത്. വാസ്തവത്തിൽ കേരളത്തിലെ മറ്റൊരു പ്രദേശത്തും അത്രത്തോളം കലാകാരന്മാരുടെ പാദസ്പർശം ഏൽക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ടെന്നോ എനിക്ക് സംശയമാണ്. ആരൊക്കെയാണെന്നറിയാമോ? ഉസ്താദ് ബിസ്മില്ല ഖാൻ, പണ്ഡിറ്റ് രവിശങ്കർ, ബീഗം അക്തർ, ബീഗം പർവീൻ സുൽത്താന, ഉസ്താദ് അല്ലാരഖ, സക്കീർ ഹുസൈൻ, അത്തരത്തിലെ നിരവധിയായ അക്കാലത്ത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ കൊച്ചിയിൽ കൊണ്ടുവന്ന് കൊച്ചിക്കാര് ഹിന്ദുസ്ഥാനി സംഗീതം, വാദ്യോപകരണ സംഗീതം ആസ്വദിപ്പിക്കുന്നതിന് വേദി ഒരുക്കിയ മഹാനായ ഒരു കലാകാരനായിരുന്നു അബ്ദുൽ ഖാദർ വക്കീൽ. അദ്ദേഹം നല്ലൊരു തബലിസ്റ്റ് കൂടിയായിരുന്നു. കൊച്ചിയിലെ നിരവധി കലാകാരന്മാരെ ചേർത്ത് നിർത്തുന്നതിനും അവർക്ക് തണലൊരുക്കുന്നതിനും അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്.
1965 മുതൽ 1980 വരെ അത് വളരെ സജീവമായി നിലകൊണ്ടു. അതിനുശേഷം അത് നിഷ്പ്രഭമായിപ്പോയി. 2013 ഞങ്ങൾ അതിനൊരു പുനരുജ്ജീവനം നൽകാൻ ഒരു ശ്രമം നടത്തി, മ്യൂസിക്കൽ മീറ്റ് എന്ന പേരിൽ തന്നെ. പക്ഷെ നമുക്ക് അത്തരത്തിലുള്ള മഹാന്മാരായ കലാകാരന്മാരെ കൊണ്ടുവരാനുള്ള ശേഷിയില്ല. അത്രത്തോളം വലിയ ലോക നിലവാരത്തിലുള്ള കലാകാരന്മാരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മഞ്ചരി, ഗായത്രി, സിത്താര, സാരംഗിവാദകൻ ദിൽഷാദ് ഖാൻ, ഡോക്ടർ പത്മ, അതുപോലെയുള്ള ഗായകരെയും വാദ്യോപകരണ വാദകരെയും കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഏതാണ്ട് 2-3 വർഷം മാത്രമേ നമുക്കത് തുടർന്നു കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് മ്യൂസിക്കൽ മീറ്റിനെയും ബാധിച്ചതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചത് നിർത്തി. വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പ്രക്രിയയാണിത്. ഹോള് വാടക, അതുകൂടാതെ ഈ റെമ്യൂണറേഷൻ, അതിന് തക്ക നിലയിലുള്ള സബ്സ്ക്രിപ്ഷൻ മെമ്പർമാരിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ നമുക്കത് നിർത്തേണ്ടി വന്നു. അതിലൊക്കെ അമിസൺ ബാബു ഒക്കെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അമിസൺ ബാബു, നമ്മുടെ സുബൈർ നൈന ഒക്കെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു പ്രതിഭ ജനസമക്ഷം വരാതെ പോകരുത്. അതാണ് ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടാണ് ശ്രീ ഹമീദ് ഭായ്. ഞങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ഇരുന്ന ശ്രീ ഹമീദ് ഭായ്ക്കും ഞങ്ങളുടെ വലിയ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഫ്രണ്ട് പേജ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ KV സാബു സൈനിങ് ഓഫ്. താങ്ക് യു.